നഷ്ടങ്ങളും നേട്ടങ്ങളും ഒരുപോലെ ഉണ്ടായ വർഷമാണ് കടന്നുപോയതെന്ന് അവതാരികയായ വർഷ രമേശ്. ടോപ്പ് ടെലിവിഷൻ ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ കഴിഞ്ഞ 2 സീസണുകളിലായി അവതാരികയായി വന്ന താരമാണ് വർഷ രമേശ്. 9ാം സീസണിലാണ് ആദ്യമായി വർഷ ഷോയിലെത്തിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മികച്ചൊരു ആരാധക വൃന്ദത്തെയും താരം സ്വന്തമാക്കി. സോഷ്യൽ മീഡിയയിലും നിരവധി ഫോളോവേഴ്സുള്ള വർഷ തന്റെ ആരാധകർക്ക് വിഷമവും അതോടൊപ്പം തന്നെ മോട്ടിവേഷനും നൽകുന്ന അനുഭവം പങ്കുവച്ചിരിക്കുകയാണ്. നഷ്ടങ്ങളും നേട്ടങ്ങളും ഒരുപോലെ ഉണ്ടായ വർഷമാണ് കടന്നുപോയതെന്നാണ് വർഷ പറയുന്നത്. തന്റെ റിലേഷൻഷിപ്പ് തകർന്നുവെന്നും മാനസികമായി തകർന്ന് താൻ മരുന്നുകൾ കഴിച്ചു തുടങ്ങിയെന്നും വർഷ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു. 2025 എന്നെ സംബന്ധിച്ച് വേറെ തന്നെ വർഷമായിരുന്നു. സ്വന്തമായി ഞാനൊരു BMW വാങ്ങിച്ച വർഷമാണ്. അതേ വർഷം തന്നെ എന്റെ റിലേഷൻഷിപ്പ് പൊട്ടിപ്പാളീസായി വീണ്ടും സീറോ ആയ വർഷം. മലയാളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയിൽ വീണ്ടും അവതാരികയായി എത്തിയ വർഷം. ഉത്കണ്ഠ, ഉയർന്ന നെഞ്ചിരിപ്പ്, പാനിക് അറ്റാക്ക് തുടങ്ങി പല മാനസിക അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ കഴിച്ച വർഷവും അതുതന്നെ. അത്യാവശ്യം നന്നായി സമ്പാദിച്ച വർഷമായിരുന്നു. അതേ വർഷം തന്നെയാണ് എന്റേതല്ലാത്ത കാരണത്താൽ, എന്റെ തെറ്റുകൊണ്ടല്ലാതെ ഏറ്റവും കൂടുതൽ പൈസ നഷ്ടപ്പെട്ട, ചതിക്കപ്പെട്ട വർഷം. പൊതുവിൽ ആരുമായും താരതമ്യം ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഈ വർഷം മറ്റു പലരുമായിട്ടും എന്നെ താരതമ്യം ചെയ്തു. എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച വർഷം കൂടിയാണിത്. 4-5 രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. ഇതൊക്കെ വാങ്ങിയും ഈ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുമൊക്കെ ഞാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായ വർഷം. ഇങ്ങനെ ഒറ്റയ്ക്കാവാനും ഇൻഡിപെൻഡൻ്റ് ആവാനും സ്ട്രോങ് ആവാനും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഞാനിതൊക്കെയായി. രാത്രിയാകാൻ ഞാൻ കാത്തിരിക്കും. കാരണം എനിക്ക് ഉണർന്നിരിക്കുന്നത് ഇഷ്ടമല്ല. കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും നെഗറ്റീവ് ചിന്തകൾ, വിഷമങ്ങളും പ്രശ്നങ്ങളും തുടങ്ങും. മെൻ്റലി ഭയങ്കരമായി സ്ട്രെസ്സാകും. ഒന്ന് ഉറങ്ങാൻ കൊതിച്ചിട്ടുള്ള വർഷമാണ് 2025 എന്നാണ് വർഷ രമേശിൻ്റെ വാക്കുകൾ. മുന്നോട്ട് ഓടുന്നവർക്കേ മാറ്റമുണ്ടാവുകയുള്ളൂ. ചായാൻ ഒരു തണലുണ്ടെങ്കിലേ ക്ഷീണമുണ്ടാകൂ. പക്ഷേ എനിക്ക് തണലില്ല. എൻ്റെ കണ്ണ് തുറപ്പിച്ച വർഷം കൂടിയാണ് കടന്നു പോകുന്നത്. മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റാറ്റസും മാത്രം കണ്ടിട്ട് അവരുടെയൊക്കെ ലൈഫ് ഇമ്മാതിരിയാണ്, നമ്മുടെ ലൈഫ് എന്ത് ഡാർക്കാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുറന്നു പറച്ചിൽ.